Hello guys, welcome to our YouTube channel. അപ്പോൾ നമ്മൾ ഇന്ന് ചാനലിൽ കൊണ്ടുവരിക്കുന്നത് 2007 Yamaha R1 ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓൺ ദ സ്പോട്ട് റെസ്പോൺസ് ആണ്. വണ്ടി ട്യൂൺ അടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഹിറ്റ് ചെയ്യേണ്ട ഒരു മൈൽ സ്റ്റോൺ പോലെയാണ് 1000cc സെഗ്മെന്റ് ലീഡർ ബൈക്ക് എന്ന് പറയും, ഓർ ക്രോച്ച് റോക്കറ്റ് എന്ന് പറയും. cc ആണ് വണ്ടി വരുന്നത്. 998cc ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിനാണ്. വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 180 ഹോഴ്സ് പവറും 80 പൗണ്ട് ഫീറ്റ് ഓഫ് ടോർക്കുമാണ്. അപ്പോൾ ബൈക്കിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, അത്യാവശ്യം നല്ല അഗ്രസീവായിട്ടുള്ളൊരു ലുക്കാണ് വണ്ടിക്ക് വരുന്നത്. വണ്ടിയുടെ R1ൻ്റെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ ഫെയറിങ് വരുന്നുണ്ട്. പിന്നെ ബാക്കോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്യുവൽ ടിപ്പ് അണ്ടർടെയിൽ എക്സോസ്റ്റാണ് വണ്ടിക്ക് വരുന്നത്. 2 ടിപ്പ് വരുന്നുണ്ട്. പിന്നെ ബൈക്കിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിന് ഫാക്ടറി സ്റ്റിയറിംഗ് ഡാമ്പനിങ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് ഡാമ്പനിങ്ങിൻ്റെ മെയിൻ ഉപയോഗം എന്ന് പറയുന്നത് സ്റ്റിയറിങ്ങിലോട്ടുള്ള വോബിള് കുറയ്ക്കാനാണ്. ഇപ്പോൾ ഹൈ സ്പീഡിൽ, ഇതൊരു സൂപ്പർ സ്പോർട്ട് ബൈക്കാണ്, ഹൈ സ്പീഡിൽ ഫ്ലൈ ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് ഡാമ്പനിങ് നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ്. കാരണം ഡെത്ത് വോബിൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, നമുക്ക് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഹൈ സ്പീഡിൽ ഹൈവേസൊക്കെ പോകുമ്പോൾ ഈവൻ ഒരു ചെറിയൊരു കല്ല് മതി വണ്ടിയുടെ ബാലൻസ് പോകാനായിട്ട്. അപ്പോൾ അത് വണ്ടി സ്റ്റേബിലൈസ് ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്റ്റിയറിംഗ് ഡാമ്പനിങ് എന്ന് പറയുന്നത്. പിന്നെ ഫാക്ടറി സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. ഓൺ ദ ഫ്ലൈ വിത്തൗട്ട് ദ ക്ലച്ച് നമുക്ക് ഗിയർ ഡൗൺ ഷിഫ്റ്റോ അപ്പ് ഷിഫ്റ്റോ ചെയ്യാവുന്നതാണ്. പിന്നെ R1ൻ്റെ ബ്രേക്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവൽ റോട്ടർ ബ്രേക്സ് ആണ് വരുന്നത്. 6 പിസ്റ്റൺ 2 കാലിപ്പർ വരുന്നുണ്ട്. റിയർ ബ്രേക്സ് നോക്കിക്കഴിഞ്ഞാൽ സിംഗിൾ പിസ്റ്റൺ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ R6 പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ കമ്പയർ നോക്കി കഴിഞ്ഞാൽ ഇത് ഒബ്വിയസ്ലി അത് 600 സെഗ്മെൻ്റ് ആണ്, ഇത് സൂപ്പർ സ്പോർട്ടിലെ 1000 സെഗ്മെൻ്റ് ആണ്. ബിഗ് ബ്രദർ എന്ന് പറയും. ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ ഒബ്വിയസ്ലി ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. വേ മോർ ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സ്വിംഗ് ആർമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ബീഫി സ്വിംഗ് ആംസ് ആണ് വരുന്നത്, അപ്പോൾ ലോഡ് മുഴുവൻ ഹോൾഡ് ചെയ്യാനായിട്ട്. പിന്നെ R6 വേഴ്സസ് R1ൻ്റെ ഒരു മേജർ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1000cc ബൈക്കാണ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് കോൾഡ് ദ ലീഡർ ബൈക്ക്. ഇത് വണ്ടി ഒന്ന് മേയിച്ച് നടക്കാൻ അത്യാവശ്യം പാടാണ്. വണ്ടിക്ക് അതിൻ്റേതായിട്ട് വെയിറ്റ് ഡിഫറൻസ് ഉണ്ട് R6 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അത്യാവശ്യം ഒരു R6 പോലെ അത്ര അജൈലല്ല, പക്ഷേ ഒബ്വിയസ്ലി വൺസ് ബൈക്കുമായിട്ട് യൂസ് ആയി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് കുറേ കൂടെ കംഫർട്ടബിൾ ആവും. ഈവൻ കോർണറിങ് കാര്യങ്ങളിലോട്ടൊക്കെ വരുമ്പം വണ്ടിയുടെ വെയിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു കംഫർട്ട് വരും. ബട്ട് എന്നിരുന്നാലും ഈവൻ നമ്മളൊരു ട്രാക്ക് വെപ്പണാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് ഒരു 600 സെഗ്മെൻറ്റ് സൂപ്പർ സ്പോർട്ട് ആയിരിക്കും. R6 പോലുള്ള 600 സെഗ്മെൻറ്റിലുള്ള ഏതെങ്കിലും ബൈക്കായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബൈക്കിന് സീറ്റിംഗ് പൊസിഷന് വരുന്നത് ഇത് ഒബ്വിയസ്ലി സൂപ്പർ സ്പോർട്ടാണ്. നമ്മുടെ R6 പോലെയൊക്കെ ആണെങ്കിലും ഇതിന് ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് സീറ്റിംഗ് പൊസിഷനിൽ നമുക്ക് ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. പിന്നെ ഇത് സൈസ് ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി R1ന് R6നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറേ കൂടെ നല്ല സൈസാണ്. ഇപ്പം എന്നെപ്പോലൊരാൾക്ക് R1 ശരിക്കും ഒരു അത്യാവശ്യം ഒരു വലിയ ബൈക്കാണ്. R6 നമ്മുടെ ഒരു സൈസ് വെച്ച് നമുക്ക് കൊണ്ടുപോയി നടക്കാൻ എളുപ്പമാണ്. പിന്നെ 1000cc സെഗ്മെൻറ്റിലോട്ട് വരുമ്പം എല്ലാവർക്കും വരുന്നൊരു കൺസേൺ ആണ് നമുക്ക് വണ്ടിയിൽ നിന്ന് വരുന്ന ഹീറ്റ് ഡിസിപ്പേഷൻ. ഒബ്വിയസ്ലി ഇതൊരു 1000cc ബൈക്കാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല ഹീറ്റ് വണ്ടി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രാഫിക് സ്റ്റോപ്സിലൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കാലിൽ ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഹീറ്റ് ഫീൽ ചെയ്യും. ഇതിൻ്റെ കാറ്റലിറ്റിക് കൺവേർട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയായിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഒരു കൂളിംഗ് ഫാനൊക്കെ വരുന്നുണ്ട്. വണ്ടി അത്യാവശ്യം നന്നായിട്ട് ഹോട്ടായിട്ട് റൺ ചെയ്യുന്നൊരു എഞ്ചിനാണ്. പിന്നെ ഈ ബൈക്കിൻ്റെ ഒരു മേജർ കൺസേൺ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ആയിട്ട് നമ്മൾ യൂസ്ഡ് R1 നോക്കുമ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ പലരും മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഒബ്വിയസ്ലി നോക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ഫ്യൂവൽ കപ്പാസിറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 18 ലിറ്റർ ടാങ്കാണ് വരുന്നത്. ബൈക്കുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു ഡീസൻറ്റ് സൈസ് ടാങ്കാണ്. അപ്പം ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റഫ് ഫിഗർ എന്ന് പറഞ്ഞാൽ ഒരു 11 ലിറ്റർ പെർ 100 ഒക്കെ നമുക്ക് ഹൈവേയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ബൈക്കിൻ്റെ ഓണർ അഖിലിനെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് അഖിൽ, എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പം ഇതിനെപ്പറ്റിയുള്ള ബൈക്കിനെ പറ്റിയുള്ള കുറേ ഡീറ്റെയിൽസ് അഖിൽ നമ്മളോട് പറയുന്നതായിരിക്കും. ഇതിൻ്റെ മേജർ അപ്ഗ്രേഡ്സ് കാര്യങ്ങളൊക്കെ എന്താ വന്നിരിക്കുന്നത് വണ്ടിയിൽ? ഇത് ബേസിക്കലി സ്റ്റോക്കാണ് വണ്ടി. അധികം അപ്ഗ്രേഡ്സ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. എനിക്ക് ബേസിക്കലി വണ്ടി ഇച്ചിരി സ്റ്റോക്കായിട്ട് കീപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഇതിനകത്ത് ഞാൻ ആഫ്റ്റർ മാർക്കറ്റ് ഫ്ലഷ്ഡ് ഇൻഡിക്കേറ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഫ്രെയിം സ്ലൈഡറാണ് വരുന്നത്.
ഇവിടെ നമുക്ക് വരുന്ന കോഡ് ലോക്കിൻ്റെ ലോക്കാണ് വെച്ച് ഉള്ളത്. അപ്പോൾ അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഒരു ഫോണ് എപ്പോഴും ഇവിടെ മൗണ്ട് ചെയ്ത് വെക്കുന്ന ഒരു ഉപകാരമുള്ള കാര്യമാണ്. കാരണം മാപ്പ് കാണാനും അത്യാവശ്യം നമുക്ക് വ്യൂ ചെയ്തിട്ട് പോവാം. പെട്ടെന്ന് നമുക്കിപ്പോൾ ഒരു ഡീവിയേഷനൊക്കെ എടുക്കണം അങ്ങനെയൊക്കെ വരുമ്പോൾ. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു നമ്പർ പ്ലേറ്റ് സാധാരണ ഇവിടെയാണ് വരുന്നത്, ഈ ഒരു ലൊക്കേഷനിലാണ് വരുന്നത്. അവിടുന്ന് ഞാനിത് ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ടൈനി ടെയിൽ പ്ലസ് ഇതിലോട്ട് ഇൻഡിക്കേറ്ററും കൂടി മൗണ്ട് ചെയ്തിട്ടുണ്ട്. സോ പിന്നെ ഇത് ആക്ച്വലി ഫ്ലെക്സിബിൾ ആണ്. ദാറ്റ് മീൻസ് ഷോക്ക് താഴോട്ട് വരുമ്പോൾ ഇവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ജസ്റ്റ് ബാക്കോട്ട് ബെൻഡ് ആവും. അപ്പം വണ്ടിയിൽ ഇനിയിപ്പം വണ്ടി ഇപ്പോൾ എടുത്തല്ലേ ഉള്ളൂ, അപ്പം ഇനിയിപ്പം മുന്നോട്ടുള്ള അപ്ഗ്രേഡ്സ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? മുന്നോട്ടുള്ള അപ്ഗ്രേഡ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് സ്റ്റോക്കൊന്ന് എക്സോസ്റ്റ് ഒന്ന് ജസ്റ്റ് മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഏത് ബ്രാൻഡ് അങ്ങനെ അതൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, കുറച്ചും കൂടെ ലൗഡർ എക്സോസ്റ്റ് ഓർമ്മ വേണം അല്ലേ? ലൗഡർ എക്സോസ്റ്റ് ചെയ്താൽ കൊള്ളാം. ബട്ട് ആഫ്റ്റർ ഓൾ ഇത് ലൗഡർ ആണ്. സ്റ്റോക്ക് എക്സോസ്റ്റ് തന്നെ അത്യാവശ്യം എക്സോസ്റ്റ് നോട്ടാണ്. അതെ, പിന്നെ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാമെന്ന് മാത്രം. പിന്നെ എനിക്ക് ആഫ്റ്റർ ഓൾ എനിക്കൊരു റൈഡിങ് ടൈം കിട്ടാറില്ല. ഞാനൊരു ട്രക്കറാണ്. അപ്പോൾ വൺസ് ഓർ ട്വൈസ് ഇൻ എ വീക്കാണ് ഞാനിവിടെ വീട്ടിൽ വരുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും വണ്ടി ഓടിക്കാനുള്ള ടൈം എനിക്ക് കിട്ടാറില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ 1000cc R1ലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു? അതായത് ഒരിക്കലും ഇവിടെ ഒരു ന്യൂ ഡ്രൈവർ ആദ്യം എടുക്കുന്നൊരു വണ്ടി ആയിരിക്കില്ല 1000cc എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അതിലേക്ക് 1000ലേക്ക് എത്താനുള്ളൊരു എങ്ങനെയായിരുന്നു എൻ്റെ 1000 ഞാൻ എത്തി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ബിഗിനർ ബൈക്ക് നിഞ്ച 400 ആണ്, കവാസക്കിയുടെ നിഞ്ച 400. പക്ഷേ ഞാനത് ഒരു ബിഗിനറുകാർക്ക് തുടങ്ങുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നാട്ടിൽ അത്യാവശ്യം റൈഡിങ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല ഒരു 400 സെഗ്മെൻറ്റിലോട്ട് പോകണം എന്നൊന്നും ഞാൻ സജസ്റ്റ് ചെയ്തില്ല. ബട്ട് ഫോർ മീ എനിക്ക് അറിയില്ല ഇവിടെ തിങ്സ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് കാരണം ഞാൻ സ്റ്റാർട്ട് ഞാൻ ചെയ്തത് ഒരു നിഞ്ച 400ലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ പോകുന്നത് കവാസക്കിയുടെ Z900 എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റിലോട്ടാണ്. അതെ, 400 ഒരു വൺ ജമ്പ് ആയിരുന്നു 900ലേക്ക്. 400 ഒരു വൺ ജമ്പ് ആയിരുന്നു 900ലോട്ട്. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ Z900 എത്ര നാൾ ഓൺ ചെയ്തായിരുന്നു? Z900 ഓൾമോസ്റ്റ് ലൈക്ക് 1.5 years ഓൺ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് ആ ബൈക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര പിന്നെ ബൈക്ക് മിസ് ചെയ്യുന്ന പോലെ. അതെ, അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്തായാലും ഒരു ലോവർ സെഗ്മെന്റിലോട്ട് വരാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിക്കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്നെങ്കിൽ 900 സെഗ്മെൻറ്റിൽ തന്നെ വരുന്ന ഏതെങ്കിലും, അല്ലെങ്കിൽ അതിൻ്റെ മേളിലോട്ട്. അപ്പോൾ ഞാൻ നോക്കിക്കഴിയുമ്പോൾ R1 നല്ലൊരു ഡീൽ കിടപ്പുണ്ടായിരുന്നു. പിന്നെ അധികം ലോ കിലോമീറ്റേഴ്സാണ്. അതെ, പിന്നെ പ്രിറ്റി മച്ച് ഡീസൻറ്റ് ഷേപ്പിൽ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. ഒരു സ്ക്രാച്ചോ ഡ്രോപ്പോ ഒന്നും കണ്ടില്ല. പിന്നെ ഫസ്റ്റ് ഓണറാണ് വണ്ടിയുടെ, സിംഗിൾ ഓണറാണ്. പിന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സ് എല്ലാം പക്ക, എല്ലാം പെർഫെക്റ്റ് ആണ്. അതെ, ഒരു സൂപ്പർ സ്പോർട്ട് ആരാധകൻ്റെ ഒരു ഡ്രീം ബൈക്കുകളിലൊന്നാണ് യമഹ R1 എന്ന് പറയുന്നത്. 1000 ഒരു ന്യൂ ഡ്രൈവർക്ക് വൺസ് ഹിറ്റ് ചെയ്യേണ്ട ഒരു മൈൽ സ്റ്റോൺ പോലെയാണ് 1000cc സെഗ്മെൻറ്റ് ലീഡർ ബൈക്ക് എന്ന് പറയും, ഓർ ക്രോച്ച് റോക്കറ്റ് എന്ന് പറയും. അപ്പം ഇതുപോലൊരു R1 ഓൺ ചെയ്യാന്ന് പറയുന്നത് എല്ലാവരും ഒരു ഡ്രീമാണ്. അപ്പം ഒബ്വിയസ്ലി 900 ഒരു വർഷത്തോളം ഓൺ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് 1000 സെഗ്മെൻറ്റിലേക്ക് പോയത്. ഈവൻ ദോ 100cc ഡിഫറൻസ് ആണെങ്കിലും Z900 എന്ന് പറയുന്നത് ഒരു സ്പോർട്ട് ടൂറിംഗ് കാറ്റഗറി വരുന്ന ബൈക്കാണ്. ഇതൊരു പക്ക അഗ്രസീവ് സൂപ്പർ സ്പോർട്ട് 1000cc സെഗ്മെൻറ്റ് ബൈക്കാണ്. അത് തമ്മിലുള്ള റൈഡിങ് ഡിഫറൻസ് എങ്ങനെയായിരുന്നു? Z900 നിന്ന് ഈ 1000 R1ലോട്ട് ടോട്ടലി എൻറ്റയർലി നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതെ, ശരിക്കും ഇറ്റ് ഈസ് ലൈക്ക് എൻറ്റയർലി ഡിഫറെൻറ്റ്. Z900 കുറച്ചുകൂടി ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിരുന്നു. ഈ വണ്ടി ഞാൻ വിൻസറിൽ നിന്ന് വിൻസറിലുള്ള ലിമിങ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ലിമിങ്ടൺ ഒൻറ്റാരിയോ ഞാൻ എടുത്തുനിന്ന് വരുന്ന വഴിക്ക് എനിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. സോ അവിടുന്ന് ഞാൻ ഞാൻ ലണ്ടനിലാണ് താമസിക്കുന്നത്, ഒൻറ്റാരിയോ. അപ്പോൾ അവിടുന്ന് ഞാൻ ഡ്രൈവ് ചെയ്ത് ലണ്ടൻ വരെ എത്തിക്കഴിഞ്ഞിട്ടും എനിക്കൊരു കോൺഫിഡൻസ് ആയില്ല ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ. പക്ഷേ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രീ ടൈം ലെഷർ ടൈം ആക്ടിവിറ്റിയിലൊക്കെ ഞാനിത് കുറച്ച് സ്പിൻ ചെയ്യാൻ കൊണ്ടുപോയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ പിന്നെ എനിക്ക് തോന്നി ഐ എം കംഫർട്ടബിൾ വിത്ത് ദിസ്, ഇത് ഓക്കെ ആണ് എനിക്ക്. ഇപ്പം ഞാനിപ്പോൾ ഇത് എടുത്തതിന് ശേഷം ഓൾമോസ്റ്റ് ലൈക്ക് 2000 കിലോമീറ്റേഴ്സ് ഞാനിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയും കൊണ്ട്. വണ്ടി ഒന്ന് മെരുങ്ങിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
പിന്നെ ഞാനിതിനകത്ത് അധികം അഭ്യാസം കളിക്കാറില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫഷൻ ട്രക്കിംഗ് ആണ്. അപ്പോൾ ട്രക്കിംഗ് ആയതുകൊണ്ടും എന്തെങ്കിലും ടിക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ ഫ്യൂച്ചറിൽ എന്നെ ബാധിക്കും, എൻ്റെ പ്രൊഫഷനെ ബാധിക്കും. അപ്പോൾ അത് കാരണം ഞാൻ അധികം ഒന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല. ഒരു വട്ടം കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും ഒരു വട്ടം, അത് ഞാൻ വേണമെന്ന് വിചാരിച്ച് കയറ്റിയതല്ല, പക്ഷേ സാഹചര്യം മൂലം കയറ്റിയതാണ്. അപ്പോൾ ഞാൻ ഏറ്റവും ടോപ്പ് വന്നത് 260 ആണ്. ഞാനത് 260 km/h 260 ടോപ്പ് സ്പീഡ് കയറ്റിയേക്കുന്നത്. അത് അത്യാവശ്യം ഇംപ്രസീവായിട്ടൊരു ടോപ്പ് സ്പീഡാണ്. അത് കാനഡയല്ല, മെക്സിക്കോയിലായിരുന്നു അല്ലേ? ഒരു 1000cc R1 ഒരു റൈഡർ ഓടിക്കുമ്പം അതിൻ്റെതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. തീർച്ചയായും ഇതൊരു കില്ലർ മെഷീനാണ്. 180 horsepower ഓൺ 2 wheels എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ജോക്ക്, ഇറ്റ്സ് ബിസിനസ്. ലൈക്ക് നമ്മൾ വണ്ടി ഓടിക്കുമ്പം റെസ്പോൺസിബിൾ ആയിരിക്കണം. നമുക്ക് പവർ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കണം. പിന്നെ എസ്പെഷ്യലി ഇത് ABS വരുന്നൊരു മോഡലും കൂടിയല്ല. സോ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഓടിക്കേണ്ട ഒരു മെഷീനും കൂടിയാണ്. അതെ. ഇപ്പം മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഇപ്പം പുതിയ BMW S1000 RRO അല്ലെങ്കിൽ പുതിയ Yamaha R1 വന്നു കഴിഞ്ഞാൽ തന്നെ അതിലെല്ലാ അസിസ്റ്റൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ട്രാക്ഷൻ കൺട്രോള്, അതുപോലെ വീലി കൺട്രോള്, ABS, ഇവിടുന്ന് എല്ലാ ഫീച്ചറുകളും വരുന്നുണ്ട്. അപ്പോൾ റൈഡറിനെ സെക്യൂർ ആക്കുന്ന, അതായത് ഫുൾ ത്രോട്ടിൽ കൊടുത്താലും വണ്ടി സ്റ്റേബിൾ ആക്കി സ്പീഡ് കയറ്റാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ടെക്നോളജിയും വരുന്നുണ്ട്. പക്ഷേ ആ ടൈമിൽ 2007 ഈ വരുന്ന കാര്യങ്ങൾ ടെക്നോളജീസ് ഒന്നുമില്ല. അതായത് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓൺ ദ സ്പോട്ട് റെസ്പോൺസ് ആണ്. അപ്പോൾ നമ്മൾ 0 to 100 5 to 8 seconds 6 seconds I believe. അതെ. നമുക്ക് ഈ R1 ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തന്ന അഖിലിന് താങ്ക്സ്. അപ്പോൾ നമ്മുടെ Yamaha R6 വന്നിട്ടുണ്ട്. അപ്പം ഇത് രണ്ടാണ് ബൈക്ക്. നമ്മൾ R6 ഓൾറെഡി ചാനലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. ഇത് 600cc സെഗ്മെൻറ്റ് വരുന്ന ബൈക്കും ഇത് 1000cc സെഗ്മെൻറ്റ് വരുന്ന ബൈക്കാണ്. അപ്പോൾ ഇത് രണ്ട് ചേട്ടനനിമാരാണ്. ഇതാണ് ബിഗ് ബ്രദർ, വലിയേട്ടനാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ രണ്ട് ബൈക്കും വരുന്നത് ഇൻലൈൻ 4 സിലിണ്ടറാണ് വരുന്നത്. ഇത് 600cc ഇൻലൈൻ 4 സിലിണ്ടർ, അത് 1000cc ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. പവർ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇത് 127 horsepower വരുന്നുണ്ട്. അതിന് 180 horsepower ആണ് Yamaha R1 വരുന്നത്. പിന്നെ ഒബ്വിയസ്ലി വെയിറ്റ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരും. അതായത് ഈ R6ൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വണ്ടിക്ക് വലിയ വെയിറ്റ് ഇല്ല. അപ്പം വണ്ടി ട്യൂണടിച്ച് കഴിഞ്ഞാൽ വണ്ടി പറക്കും. പിന്നെ ഈ വണ്ടിയുടെ മേജർ വ്യത്യാസം എന്ന് പറയുന്നത് വണ്ടിയുടെ വെയിറ്റാണ്. R6 വരുന്നത് 166 കിലോ ആണ് വരുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 166-167 കിലോ വരും. 10 കിലോ ഡിഫറൻസ് ആണെങ്കിൽ തന്നെ നമുക്കൊരു ഇതുപോലൊരു പാർക്കിംഗ് റോഡിൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ട് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് നോക്കാം. ഇത് നമുക്ക് ആദ്യം Yamaha R1ൻ്റെ എക്സോസ്റ്റ് നോട്ട് കേട്ട് നോക്കാം. ഇതിന് സ്റ്റോക്ക് എക്സോസ്റ്റ് ആണ് വരുന്നത്. ബട്ട് സ്റ്റിൽ അത്യാവശ്യം നൈസ് ടോണാണ്. R6ൻ്റെ എക്സോസ്റ്റ് നോട്ട് കേട്ട് നോക്കാം. ഈ വണ്ടിക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ടോസിൻ്റെ എക്സോസ്റ്റ് ആണ് വരുന്നത്. അത്യാവശ്യം ലൗഡാണ്. ഫുൾ എക്സോസ്റ്റ് സിസ്റ്റം ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. R6ന് വിഷയം സൗണ്ടാണ്. ടോസ് എക്സോസ്റ്റ് ആണ് വരുന്നത്. അടിപൊളി സൗണ്ടാണ്. R1ൻ്റെ എക്സോസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ R1 ഒബ്വിയസ്ലി ലൗഡർ ആയിരിക്കും, കുറേ കൂടെ ഡീപ്പർ നോട്ടായിരിക്കും വണ്ടിക്ക് വരുന്നത്. രണ്ടും ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു നല്ലൊരു എക്സോസ്റ്റ് നോട്ട്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ബൈക്കിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ടാണ് രണ്ടിനും വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള മോർ കണ്ടൻസ് ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പീസ്.